നാം എല്ലാവരുടെയും ജീവിതം ലളിതമാണ്. എന്തുകൊണ്ടാണ് പക്ഷേ അത് നമുക്ക് സങ്കീർണമായിട്ട് തോന്നുന്നത്? അതിൻ്റെ കാരണം നമ്മളുടെ ചിന്താഗതിയാണ്. നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യത്തിലാണോ ജനിക്കുന്നത്, അത് അത്രമേൽ പ്രയോജനപ്രദമാണ് നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ. പക്ഷേ നമ്മൾ ഭൂരിഭാഗം പേരും ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. നാം ചിന്തിക്കുന്നത് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അവർക്കാണ് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്നത് എന്നാണ്. അതായത് നാം ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മക്കളുടെ കഥ തന്നെ നമുക്കെടുക്കാം. മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലും മമ്മൂട്ടിയുടെ മകൻ ദുൽഖറും അവര് സിനിമയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. അവർക്ക് സിനിമയിൽ എന്തെങ്കിലും ഒരു കയ്യൊപ്പ് ചാർത്തണമെങ്കിൽ അവർ ഈ പറയുന്ന അവരുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ കഴിവ് തെളിയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരുടേതായ പേരിൽ അറിയപ്പെടാൻ സാധിക്കൂ. അതല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും ക്രെഡിറ്റ് പോകുന്നത് അവരുടെ അച്ഛൻ്റെ പേരിലാണ്. മോഹൻലാലിൻ്റെ മകനല്ലേ, അതുകൊണ്ട് പ്രണവിന് സാധിക്കും. മമ്മൂട്ടിയുടെ മകനല്ലേ, അതുകൊണ്ട് ദുൽഖറിന് സാധിക്കും എന്നുള്ള രീതിയിൽ അവരുടെ പ്രയത്നങ്ങളെ കാണപ്പെടും. അത് വലിയ വ്യവസായികളുടെ മക്കളായാലും അങ്ങനെ തന്നെയാണ്. അതേസമയം ഒരു സാധാരണക്കാരന് അവൻ്റെ ജീവിതത്തിൽ ചെറിയ നേട്ടങ്ങൾ കൊയ്താൽ പോലും അതിന് വലിയ വാല്യൂ ലഭിക്കും. ജീവിതത്തിൽ നാം എല്ലാം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രയോജനവാദമാണ് നമ്മളുടെ ജീവിതത്തെ സങ്കീർണമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതെന്താണ് എന്ന് വെച്ചാൽ നാം നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നിരന്തരം ചിന്തിക്കുന്നു. ആ പ്രശ്നങ്ങളെ നാം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ്. നമ്മളുടെ കഴിവുകേടുകളെ, നമ്മളുടെ പ്രവർത്തിക്കാനുള്ള മടിയെ, മാറ്റത്തിന് തയ്യാറാവാത്ത നമ്മുടെ മനസ്സിനെ, അതിനെയെല്ലാം ന്യായീകരിക്കാൻ നാം നമ്മളുടെ അവസ്ഥയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അംഗവൈകല്യത്തോടു കൂടി ജനിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഇടയ്ക്ക് നമ്മളുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് തകരാറ് സംഭവിക്കുന്നു. നമ്മളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് ആ വൈകല്യം ചൂണ്ടിക്കാണിച്ച് ഭിക്ഷയെടുത്ത് വേണമെങ്കിലും ജീവിക്കാം. അത് ഏതൊരാൾക്കും കഴിയുന്ന കാര്യമാണ്. അതേ ആ ഒരു വൈകല്യത്തെ ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ ഒരു സർക്കാർ ജോലി നേടാനും നമുക്ക് സാധിക്കും. അതേ വൈകല്യം ഉപയോഗിച്ച് നമുക്കൊരു പ്രതിഭ തെളിയിക്കാനും സാധിക്കും. പാരാ ഒളിമ്പിക്സ് പോലുള്ള അന്തർദേശീയ മത്സരങ്ങളിൽ വേണമെങ്കിൽ പങ്കെടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാക മറ്റൊരു രാജ്യത്ത് പോയി ഉയർത്താനുള്ള അവസരവും അതേ വ്യക്തിയുടെ മുമ്പിലുണ്ട്. നാം എങ്ങനെ നമ്മളുടെ പ്രശ്നത്തെ കാണുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഭാവി ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രയോജനവാദം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ജീവിതത്തെ ലളിതമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. നമ്മളുടെ ചിന്തകളെ മാറ്റുക, നമ്മളുടെ സ്വഭാവത്തെ മാറ്റുക. നമ്മളുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഭാവമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ക്യാരക്ടറിലെ ചില ഘടകങ്ങൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് സഹായകരമായിട്ടുണ്ട്. അവ ഉപയോഗിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ മെച്ചമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടത് നിങ്ങളുടെ ഈ സ്വഭാവത്തിലാണ്. നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നത് നമ്മുടെ ക്യാരക്ടറിലാണ്. അതായത് എൻ്റെ മനോഭാവം, എൻ്റെ പെരുമാറ്റ രീതികൾ, അതെല്ലാം മാറ്റം വരുത്തുന്നതിന് എനിക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ജീവിതത്തിൽ പല വിജയം നേടാനും നമുക്ക് മറ്റു മനുഷ്യരുടെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇടപെടലുകൾ ആവശ്യമാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തില്, പെരുമാറ്റത്തില് ഒക്കെ മാറ്റം വരുത്താൻ, മനോഭാവത്തിൽ മാറ്റം വരുത്താൻ ലോകത്ത് വേറൊരാളുടെയും ആവശ്യമില്ല. അത് ആ വ്യക്തി മാത്രം തീരുമാനിച്ചാൽ മതി. അപ്പം വളരെ ഈസി ആയിട്ട് നമ്മളുടെ സ്വഭാവത്തെ മാറ്റുക, നമ്മളുടെ ചിന്താരീതിയെ മാറ്റുക, നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ, നമുക്ക് ജീവിത വിജയം നേടാൻ പറ്റുന്ന തരത്തിൽ നമ്മളുടെ ചിന്താശക്തിയെ മാറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അങ്ങനെ മാറാൻ തയ്യാറാവാത്തവരാണ് ജീവിതത്തെ സങ്കീർണമാക്കി മാറ്റുന്നത്. രണ്ടാമത് നമ്മളുടെ ജീവിതം സങ്കീർണമായി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സ്വഭാവത്തിലെ സവിശേഷത മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓരോ മനുഷ്യനും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. ഓരോ മനുഷ്യരിലും അന്തർലീനമായിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമാണ്. നിങ്ങളുടെ മുമ്പിലുള്ള സാധ്യതകൾ കണ്ടെത്തുകയും അതിനെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതായത് നാം എല്ലാ മനുഷ്യരും മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നിങ്ങളുടെ കുറവുകളോട് നിങ്ങൾ മത്സരിക്കുമ്പോൾ, നിങ്ങളുടെ ഇന്നലകളേക്കാൾ നിങ്ങളുടെ നാളെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, അതാണ് നമ്മളുടെ ജീവിത വിജയത്തിന് കാരണമായിട്ട് മാറുന്നത്. അങ്ങനെ
നമ്മെ മെച്ചപ്പെടുത്തുന്ന ഒരു മനോഭാവവും ഒരു പ്രവർത്തനവും നമ്മൾ കൊണ്ടുവന്നാൽ, മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് നമ്മളുടെ കുറവുകൾ പരിഹരിച്ച് നമ്മെ മെച്ചപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയാണ് നമുക്കുള്ളതെങ്കിൽ, തീർച്ചയായും വളരെ ലളിതമായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മനോഹരമാക്കി മാറ്റിത്തീർക്കാൻ വേണ്ടി സാധിക്കും. ഒട്ടും സങ്കീർണതകളില്ലാതെ വളരെ മനോഹരമായി ഈ ഭൂമിയിലെ ജീവിതം ആസ്വദിച്ച് ജീവിച്ച് വിജയം നേടാനും എല്ലാവർക്കും കഴിയും.